ഇറച്ചിക്കോഴിയുടെ വിലയിൽ വൻ വർധനവ്. സമീപ ദിവസങ്ങളിൽ 40 രൂപയോളമാണ് ജീവനുള്ള കോഴിയുടെ വില കിലോയ്ക്ക് വർദ്ധിച്ചത്. കോതമംഗലത്ത് 165 രൂപ മുതൽ 170 വിൽപ്പന വില. 110, 125 എന്ന നിലവാരത്തിൽ നിന്നാണ് വർധനവുണ്ടായത്. വരും ദിവസങ്ങളിൽ വർധനവ് ഇനിയും ഉണ്ടാകുമെന്ന് കരുതുന്നു. വിലയിലുണ്ടായിട്ടുള്ള വർധനവ് ഉപയോക്താക്കളെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. ചിക്കൻ സെന്ററുകളിൽ വിൽപ്പനയും കുറഞ്ഞിട്ടുണ്ട്. പാചകവാതക വില വർധനവിനാൽ പ്രതിസന്ധി നേരിടുന്ന ഹോട്ടലുകൾക്ക് കോഴിയിറച്ചിയുടെ വില വർധനവ് മറ്റൊരു പ്രഹരം. കോഴിയിറച്ചി വിഭവങ്ങൾക്ക് ഇനിയും വില കൂട്ടേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് ഹോട്ടലുകാർ. കോഴിയിറച്ചി വിഭവങ്ങളുടെ അളവിൽ കുറവ് വരുത്തിയാണ് ചില ഹോട്ടലുകൾ വില വർധന ഒഴിവാക്കുന്നത്. അന്തരീക്ഷത്തിലെ ചൂട് കുറഞ്ഞതോടെ ഉൽപാദനത്തിലെ ഇടിവിന് വൈകാതെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. അന്യസംസ്ഥാന തൊഴിലാളികൾ മടങ്ങിയെത്തുന്നതോടെ അടച്ചിട്ട ഫാമുകളെല്ലാം സജീവമാകും. 1-2 ആഴ്ചകൾക്കുള്ളിൽ ഇറച്ചിക്കോഴി ഉൽപാദനം സാധാരണ നിലയിലേക്ക് എത്തിയേക്കും. അതോടെ വില താഴുമെന്നാണ് ഈ രംഗത്തുള്ളവരുടെ അഭിപ്രായം. കനത്ത ചൂടാണ് കോഴിയുടെ വിലയെയും സ്വാധീനിച്ചത്. ചൂട് മൂലം ഫാമുകളിൽ അനേകം കോഴികൾ ചത്തൊടുങ്ങി. ഉൽപാദനത്തിൽ ഗണ്യമായ കുറവുമുണ്ടായി. എന്നാൽ ആവശ്യകത ഉയർന്നു തന്നെ നിൽക്കുകയും ചെയ്യുന്നു. ചൂടിന്റെ ആധിക്യം പരിപാലനത്തിലെ ചെലവ് വർദ്ധിപ്പിച്ചു. തൊഴിലാളി ക്ഷാമം പ്രതിസന്ധിയുണ്ടാക്കി. കോഴി ഫാമുകളിലെ തൊഴിലാളികളിൽ അധികവും അന്യസംസ്ഥാനക്കാരാണ്. വോട്ട് ചെയ്യാനായി തൊഴിലാളികൾ പലരും നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. തൊഴിലാളികൾ ഇല്ലാത്തത് മൂലം നിരവധി ഫാമുകൾ അടച്ചിട്ടിരിക്കുകയാണ്. അതേസമയം പാചകവാതക വിലവർധനയുടെ പേരിൽ ഭക്ഷണവില കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് ഹോട്ടലുകൾ. കട്ടൻ ചായ മുതൽ എല്ലാ ഇനങ്ങൾക്കും വില വർദ്ധിച്ചപ്പോൾ സാധാരണക്കാരാണ് വലയുന്നത്. വില ഉയർത്താതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നാണ് ഹോട്ടലുടമകൾ പറയുന്നത്. തട്ടുകടകൾ മുതൽ വൻകിട ഹോട്ടലുകളിൽ വരെ വിലക്കയറ്റമുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് മിക്ക ഹോട്ടലുകളും ഊണടക്കമുള്ള ജനപ്രിയ വിഭവങ്ങൾ ഒഴിവാക്കി മെനു പരിഷ്കരിക്കുകയും ചെയ്തു. നേരത്തെ 10 രൂപയായിരുന്ന ചായയ്ക്ക് ഇപ്പോൾ 12 മുതൽ 16 വരെയാണ് വില. ഇത് ചെറിയ ഹോട്ടലുകളിലാണ്. 25 മുതൽ 30 രൂപ വരെ ഈടാക്കുന്നവരുമുണ്ട്. ഇതിനനുസൃതമായി മറ്റ് വിഭവങ്ങൾക്കും വില ഉയർന്നു. പൊറോട്ട, ചപ്പാത്തി എന്നിവയ്ക്ക് 12 നിന്ന് 16 രൂപയായി. ചിക്കൻ വിഭവങ്ങൾ പ്ലേറ്റിന് 200 രൂപയായിരുന്നത് 260 മുതൽ 280 വരെയായപ്പോൾ ബിരിയാണിക്ക് 160 രൂപയുണ്ടായിരുന്നത് 200ലേക്ക് ഉയർന്നു. നഗരത്തിൽ ഒന്നിലധികം ശാഖകളുമായി കാലങ്ങളായി പ്രവർത്തിക്കുന്ന ഹോട്ടൽ ശൃംഖല ചിക്കൻ ബിരിയാണിയുടെ നിരക്ക് 240 നിന്ന് പെട്ടെന്ന് 320 വരെയായി ഉയർത്തി. പലയിടത്തും 60 രൂപയായിരുന്ന ഊണ് 100 വരെ എത്തി. വട, പഴംപൊരി, വെട്ടുകേക്ക് എന്നിവയ്ക്കെല്ലാം 2 മുതൽ 4 രൂപ വരെ വർദ്ധിച്ച് 16 രൂപയായി. നേരത്തെ തന്നെ പല ഭക്ഷണ സാധനങ്ങൾക്കും അമിതവില ഈടാക്കിയിരുന്ന ചില വെജിറ്റേറിയൻ ഹോട്ടലുകൾ സാഹചര്യം മുതലെടുത്ത ഇരട്ടി വിലയാക്കി. എന്നാൽ ഇതിനനുസരിച്ചുള്ള ഗുണനിലവാരം ചില ഹോട്ടലുകൾക്കില്ലെന്നും വ്യാപക പരാതി ഉയരുന്നുണ്ട്. പാചകവാതക വില ഉയർന്നതും ദൗർലഭ്യവും മൂലം പലയിടത്തും മെനു വെട്ടിക്കുറച്ചു. ആദ്യ വെട്ട് വീണത് ഊണിനാണ്. ഊണിന് കൂടുതൽ കറികളും ഉണ്ടാക്കണം. പാചകവാതകവും അധികം ഉപയോഗിക്കേണ്ടി വരും. അതിനാൽ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ മിക്ക ഹോട്ടലുകളും ഊണ് അവസാനിപ്പിച്ചു. കുറച്ചുപേർ ഇതിൽ നിന്ന് തിരിച്ചു വന്ന് വീണ്ടും ഊണ് നൽകാൻ ആരംഭിച്ചപ്പോഴാണ് ഒറ്റ ദിവസം കൊണ്ട് വാണിജ്യ സിലിണ്ടറിന് 993 രൂപ വർദ്ധിച്ചത്. അതോടെ ഊണ് വീണ്ടും നിലച്ചു. പകരം ബിരിയാണി മാത്രമാക്കി മിക്കവരും. 1-2 ദിവസത്തിൽ കൂടുതൽ പലരും ബിരിയാണി കഴിക്കാറില്ലെന്ന് ഹോട്ടലുടമകൾ തന്നെ പറയുന്നു. ഇതുപോലെ പൊറോട്ടയും ദോശയും അടക്കം നിർത്തിയ ഹോട്ടലുകളുമുണ്ട്. നിലനിൽപ്പ് തന്നെ ഭീഷണിയിലായ സാഹചര്യമാണെന്നാണ് ഹോട്ടലുടമകൾ പറയുന്നത്. വിലവർധനയും പൂഴ്ത്തിവയ്പും കാരണം പാചകവാതക സിലിണ്ടറുകൾ കിട്ടാനില്ലാത്ത സാഹചര്യമാണ്. സാധാരണ രീതിയിൽ കച്ചവടം നടക്കുന്ന ഒരു ഹോട്ടലിൽ ദിവസം 2 സിലിണ്ടർ വരെ വേണ്ടിവരും. ദിവസം 10 സിലിണ്ടർ വരെ ഉപയോഗിക്കുന്ന ഹോട്ടലുകളുണ്ട്. നേരത്തെ ആവശ്യത്തിന് സിലിണ്ടറുകൾ ലഭിച്ചിരുന്നു. ഇപ്പോൾ ബുക്ക് ചെയ്താൽ 1 സിലിണ്ടർ മാത്രമാണ് ലഭിക്കുക. ഇത് പര്യാപ്തമല്ല. വിറകടുപ്പിലേക്ക് മാറാൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായും നടപ്പായില്ല. പാചകവാതക വിലക്കയറ്റത്തിനോടൊപ്പം പച്ചക്കറി, പലവ്യഞ്ജനം എന്നിവയ്ക്കും അമിതവില ചിലർ ഈടാക്കുന്നുണ്ടെന്നും ഹോട്ടലുടമകൾ പറയുന്നു. ഇതോടൊപ്പമാണ് തൊഴിലാളികളുടെ ക്ഷാമം. പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളികളെല്ലാം നാടുകളിൽ പോയി. ഇവരാരും ഇതുവരെ തിരികെ വന്നിട്ടില്ല. പല ഹോട്ടലുകളും പൂട്ടി. പാചകവാതകത്തിന്റെ അമിത വില വർധനയ്ക്കെതിരെ ഹോട്ടലുടമകളുടെ സംഘടനകൾ കേന്ദ്ര സർക്കാരിന് പരാതി നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം അനിശ്ചിതമായി നീളുകയാണ്. സംഘർഷം അവസാനിച്ച് സ്ഥിതിഗതികൾ സാധാരണ നിലയിലായി ഉയർത്തിയ വില കുറയ്ക്കുമോ എന്നാണ് സാധാരണക്കാർ ചോദിക്കുന്നത്. മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ ഉയർത്തിയ വിലകളിൽ പിന്നീട് മാറ്റം വരുത്തിയിട്ടില്ല. സംഘർഷം അവസാനിച്ചാലും പാചകവാതക ലഭ്യത സാധാരണ നിലയിലാകാൻ വീണ്ടും 3 മാസമെങ്കിലും എടുക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.